ഹായ് എന്താ മൊഞ്ചില്ലേ കാണാൻ. പക്ഷേ ഈ കാണുന്ന മൊഞ്ചൊന്നും ഈ സാധനം കഴിക്കാമല്ലോ അല്ലേ. അതൊറക്കുമ്പോൾ ഒരു വിഷമം. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കാൻ ജസ്റ്റ് ഒന്ന് പൈപ്പിൻ്റെ ചോട്ടിൽ, എല്ലാവരും എന്നല്ല ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് പൈപ്പിൻ്റെ ചോട്ടിലൊന്ന് കാണിച്ച് ഇങ്ങനെ കഴുകിയിട്ടാണല്ലേ കഴിക്കാറ്. പക്ഷേ അങ്ങനെ കഴിക്കുന്നവർ നമ്മൾ ഒരിക്കലും അതിലത്തെ പൊടിയും ചളിയും ഒന്നും പോവില്ല കേട്ടോ. നമ്മളത് ആദ്യം കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സ്റ്റോവ് ഒരു അരമണിക്കൂറെങ്കിലും അതിലൊന്ന് മുക്കി വെക്കുക. അതിന് ശേഷം ആ വെള്ളം എടുത്ത് നോക്കി നോക്കുകയാണെങ്കിൽ എത്രങ്ങാനും കച്ചറ അതിലുണ്ടാവുമെന്ന് അറിയോ നിങ്ങൾ. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ട് കണ്ടപ്പോൾ. ഈ സ്റ്റോബർ ഞാൻ ഫുൾ എടുത്തതിന് ശേഷം നിങ്ങൾ ഈ വെള്ളം നോക്കി നോക്കാണി. ഞാൻ ഇതൊരുവട്ടം നല്ലോണം വെള്ളത്തിലിട്ട് വാഷ് ചെയ്തതാണ്. അതിന് ശേഷമാണ് പിന്നെ വെള്ളം എടുത്തിട്ട് അതൊക്കെ ഈ സ്റ്റോബർ ഇട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിൽ ഈ വെള്ളത്തിൽ നോക്കിയേക്കാണെങ്കിൽ എത്രങ്ങാനും പൊടിയോളാണ് ഇരിക്കണേ അല്ലേ. അപ്പം നമ്മളിത് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഈ പൊടി അഴുക്കൊക്കെ നമ്മുടെ വയറ്റിക്കല്ലേ ചെല്ലണേ. അപ്പോൾ എന്തായാലും വെള്ളം ഇതിലൊരു അരമണിക്കൂർ ഇട്ട് വെച്ചു. അതിന് ശേഷം എടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി കഴുകിട്ടോ. ഇനി എന്തെങ്കിലും ഒഴുക്കുണ്ടെങ്കിൽ പിന്നെ ബേക്കിംഗ് സോഡയിലൊക്കെ ഇട്ട് വെച്ചാൽ വെച്ചിട്ട് ഒന്നും കൂടി പൈപ്പിൻ്റെ ചുവട്ടിലിട്ടിട്ട് കഴുകി. അതിന് ശേഷം ഇതാ നല്ല ഫ്രഷ് സ്ട്രോബെറി, ഫ്രഷാണെന്ന് പറയുകയാണെങ്കിൽ ഇത് നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ